തിരുത്ത് സിനിമയിലും സിനിമാ മേഖലയിലും എന്ന വിഷയത്തിലാണ് അടുത്ത ഒരു മണിക്കൂറോളമുള്ള സമയം നമ്മൾ സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. 2024 സോഷ്യൽ മീഡിയയിലും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ടതായ ഒരു വാചകം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ എന്ന നിവിൻ പോളിയുടെ ഒരു ഡയലോഗാണ്. അങ്ങനെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന രണ്ട് മനുഷ്യരാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ സെഷനിൽ ജോയിൻ ചെയ്യുന്നത്. നമ്മളോടൊപ്പം നിഖില വിമലുണ്ട്, വിനയ് ഫോർട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരിലേക്കും ആദ്യം ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സിനിമാ മേഖലയിലെ തിരുത്ത് എന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് സിനിമാ മേഖലയിൽ അഭിപ്രായങ്ങൾ പറയുക, ഒരു ചർച്ച ആരംഭിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ പലപ്പോഴും ഈ സിനി ആർട്ടിസ്റ്റുകളെ കാണുന്ന സമയത്ത് അവരിലൊരു ഭയം ഉള്ളതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അതായത് ഈ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മളെങ്ങനെ ബാധിക്കും, നമ്മുടെ കരിയറിനെ എങ്ങനെ ബാധിക്കും, ഇനി അങ്ങോട്ടുള്ള സിനിമകൾ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ഭയം ഒരു പക്ഷേ ഒരു സെലിബ്രിറ്റിയെ അല്ലെങ്കിൽ ഒരു നടിയെ, ഒരു നടനെ വലിയ രീതിയിൽ പിന്തുടരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ രണ്ട് മനുഷ്യരും സ്വന്തം അഭിപ്രായം എല്ലായ്പ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളവരാണ്, പറഞ്ഞതിൻ്റെ പേരിൽ വിവാദങ്ങളിൽ പെട്ടവരാണ്. പക്ഷേ ഇപ്പോഴും ആ അഭിപ്രായ പ്രകടനങ്ങൾ അതുപോലെ തുടരുന്നവരാണ്. ഈ ഭയം നിങ്ങളെ പിന്തുടരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? നമസ്കാരം. ഇല്ല, എനിക്കങ്ങനെ ജനറലി പേടിയില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ. പിന്നെ സംസാരിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുന്നതല്ല, ഒരു ഒറ്റബുദ്ധിയുടെ പുറത്ത് സംസാരിച്ചു പോകുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പകുതിയിലധികവും മീഡിയയിൽ വരുമ്പോൾ അത് വേറെ രീതിയിലാവുന്നതാണ്. ഞാൻ പറയുന്നത് പലതും അങ്ങനെ ആയിരിക്കില്ല. ഒരു മൊത്തം കോൺവെർസേഷൻ്റെ പാർട്ടിൽ സംസാരിക്കുന്നതിന് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളും അതിനെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് മീൻസ് അല്ലാതെ പോയി നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ കോൺവെർസേഷനിൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ എനിക്ക് വലിയ അടികൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നേരിടേണ്ടിയും വന്നിട്ടില്ല. ഇപ്പോൾ വിനയ് ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടതാണ് അനുരാഗ് കശ്യപിൻ്റെ ഒരു ഇൻ്റർവ്യൂ. ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയൊരു ഇൻ്റർവ്യൂ. അദ്ദേഹം സംസാരിക്കുന്ന മുഴുവൻ സൗത്തിനെ കുറിച്ചാണ്, മലയാളം സിനിമയെക്കുറിച്ചാണ്. അദ്ദേഹം മുംബൈ വിടാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഞാൻ സൗത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. നിങ്ങൾ മലയാള സിനിമയിലെ പടങ്ങൾ നോക്കൂ, അവിടെ സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു ഹൈറാർക്കി ഇല്ലാതാവുന്നു. അവർ പരസ്പരം പാരവെക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ അഭിനേതാക്കൾ പരസ്പരം സഹായിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നൊരു, അങ്ങനെ ഒരു കൊളാബറേറ്റീവായ ഒരു കമറാഡറി നിലനിൽക്കുന്ന ഒരു സ്പേസായി ഇത് വളരുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഭയമില്ലാണ്ട് സംസാരിക്കാൻ, ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ വന്ന് വലിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചർച്ചകൾ, ഇത്തരം ഒരുപക്ഷെ തർക്കങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ അഭിപ്രായ വിയോജിപ്പുകൾ, ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു സ്പേസായിട്ട് നമ്മളൊരു വളരെ കൊളാബറേറ്റീവായ ഒരു സ്റ്റാർഡം എന്ന രീതിയിൽ ഇല്ലാത്തൊരു അവസ്ഥ മലയാളത്തിലുള്ളത് ഗുണം ചെയ്യുന്നുണ്ടോ? എങ്ങനെ തോന്നുന്നത്? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പുതിയ കാര്യമല്ല. ഞാൻ പൂനെ അവിടെ ഫിലിം സ്കൂളിൽ പഠിച്ച് ഒരു 15 വർഷം മുമ്പായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തായി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്നൊരു സംസ്ഥാനമായിരുന്നു നമ്മളുടേത്, ആണ്, ഇനിയുമായിരിക്കും. കാര്യം ഭയങ്കര കോൺട്രിബ്യൂട്ടറായിട്ടുള്ള സിനിമകൾ ഇന്നും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും നമ്മൾ ഇന്നുണ്ടാക്കിയിട്ടുള്ള കമേഴ്ഷ്യൽ സിനിമകളുടെ അടിസ്ഥാനത്തിലാകണം എന്നില്ല. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഒരു ഫിലിം മേക്കേഴ്സിലൊരു 10 മാസ്റ്റേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു 3-4 പേര്, ഇപ്പോൾ നമ്മുടെ KG ജോർജ് മുതൽ അടൂർ സാർ, അരവിന്ദൻ സാർ, അങ്ങനെ ഒരു ലീഗ് ഓഫ് ലെജൻഡറി ഫിലിം മേക്കേഴ്സ് നമുക്കുണ്ടായിട്ടുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, ഈ നമ്മുടെ ഒരു ആർട്ടായി കഴിഞ്ഞാലും, അല്ലെങ്കിൽ പൊതുവെ ഇപ്പോൾ ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോൾ തമാശക്കാണെങ്കിൽ ആളുകൾ മലയാളിയാണെന്ന് പറയും. അത് എനിക്ക് തോന്നുന്നു ജനറ്റിക്കലി നമുക്ക് എവിടെയും ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആർട്ടിസ്റ്റിക്കലി നമ്മളങ്ങനെ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ഫിൽമോഗ്രഫി മുഴുവൻ ഇന്ത്യയുടെ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്.
നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആട്ടം പോലെയുള്ള സിനിമയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, ബ്രഹ്മയുഗം, അല്ലെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള അത് കമേഴ്ഷ്യലിയും ആർട്ടിസ്റ്റിക്കലിയൊക്കെ ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. നമ്മൾ തിയേറ്റർ, ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ബേസിക്കലി തിയേറ്റർ ആക്ടേഴ്സാണ്. ഇപ്പോൾ നാടകം എടുത്തു കഴിഞ്ഞാലും ഒക്കെ ഈ പറയുന്ന ഒരു നമ്മളുടെ ഒരു മേൽക്കോയ്മ ഓരോ തരത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. പിന്നെ നേരത്തെ പറഞ്ഞതിനോട് ഭയങ്കര ഒരു കട്ട വിയോജിപ്പുള്ള ഒരാളാണ്. ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളെ അല്ല ശരിക്കും. ഇപ്പം ഈ പ്രത്യേകിച്ച് സിനിമയിലെ ഒരു നടൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നാടകത്തിലൊരു നടനയിലും ദുർബലനായിട്ടുള്ള ഒരാളാണ് ഞാൻ. കാര്യം ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് പലപ്പോഴും സിനിമയിലെ ആക്ടേഴ്സ് ഭയങ്കര പ്രിവിലേജ്ഡാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന മുഖം ഞങ്ങളുടേതായതുകൊണ്ടാണ്. സിനിമ പൂർണ്ണമായിട്ടൊരു സംവിധായകൻ്റെ കലയാണ്. ഞങ്ങൾ ഈ പറയുന്ന ഈ ചായ കൊണ്ടുവന്ന് തരുന്ന ആ പയ്യൻ്റെ മുതലുള്ള മൂഡ്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ മുതൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഞങ്ങളെ ഷൂട്ട് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫർ അദ്ദേഹം എത്ര ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യുന്നു, ആ ഡയറക്റ്റ് ചെയ്യുന്ന ആ ഫിലിം മേക്കറിൻ്റെ ഒരു സ്കില്ല്, ഞങ്ങൾ ആസ് ആൻ ആക്ടേഴ്സ് ഞങ്ങളെങ്ങനെ വർക്ക് ചെയ്യിക്കുന്നു, ഞങ്ങളുടെ കുറവുകൾ മറച്ച് ഞങ്ങളുടെ പോസിറ്റീവ് ഏരിയ കാണിച്ച് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഒരു എഡിറ്റർ, മറ്റേ സ്കോർ ചെയ്ത് ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന തരത്തിൽ ലൈക്ക് താരങ്ങളെയും വലിയ ഹീറോകളെ ഉണ്ടാക്കുന്ന സ്കോർ ചെയ്യുന്ന ആൾ മുതൽ ഞങ്ങൾ ആബ്സല്യൂട്ട്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ്. ആകെ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ മുഖം കാണുന്നു എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത്. ഇപ്പോൾ നിഖിലയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 2024 വളരെ മികച്ചൊരു വർഷമായിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. വളരെ സന്തോഷമുള്ള വർഷമായിരുന്നു. ഈ പറഞ്ഞതുപോലെ മികച്ച സിനിമകളും അതുപോലെ റെക്കോർഡ് നമ്പർ ഓഫ് ഹിറ്റുകളും സൃഷ്ടിച്ചൊരു വർഷവും കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ അതേ സമയത്ത് മലയാള സിനിമ ചരിത്രപരമായ ഒരു സന്ധിയിലെത്തിയിരിക്കുന്നു, ചരിത്രപരമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഈ പറയുന്ന ഓൺലൈൻ ഇൻ്റർവ്യൂയിങ് പ്ലാറ്റ്ഫോമുകളും അതുപോലെയുള്ള മാധ്യമങ്ങളും ഈ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്നതും അതുവഴി ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയ ചർച്ചകളും അങ്ങനെ ഉണ്ടാകുന്ന ഒരു കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹണി റോസിൻ്റെ ഇഷ്യൂ വരെ ഇപ്പോൾ ആ മനുഷ്യൻ ഇന്ന് നമ്മളിത് സംസാരിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യൻ കാക്കനാട് ജില്ലാ ജയിലിൽ കിടക്കുകയാണ്. ആ സമാധാനത്തിൽ കൂടി നമുക്ക് സംസാരിക്കാമെങ്കിൽ കൂടി അതേ സമയത്ത് അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പറ്റം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫ് ഉണ്ടല്ലോ ഒരു ആർട്ടിസ്റ്റിൻ്റെ, അതാലോചിച്ച് പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാവാറുണ്ടോ, ഡിസ്റ്റർബ്ഡ് ആവാറുണ്ടോ? എനിക്ക് അത് കുറച്ച് കൂടുതലാണ്. ഞാൻ വളരെയധികം അസ്വസ്ഥപ്പെടുന്ന ഒരു മേഖലയാണത്. എനിക്കറിയില്ല, നമ്മളൊരു സിനിമാ നടിയാവുമ്പോൾ നിങ്ങൾ അതിൻ്റെ പാട്ടാണ് ഈ പറയുന്നത്, ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിൽ വന്ന് എന്ത് അഭിപ്രായവും പറയാം എന്ന് പറയുന്ന ഒരു സ്പേസ് എനിക്കറിയില്ല. അതെനിക്കെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം സിനിമ എൻ്റെ പ്രൊഫഷനാണ്, ഞാൻ ചെയ്യുന്ന ജോലിയാണ്. നിങ്ങളൊരു ജോലി ചെയ്യുമ്പം ആ ജോലിയിൽ ഒരാൾ വന്ന് ഇതിനെപ്പറ്റി അറിയുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ധാരണയോ ഇല്ലാത്ത ഒരാൾക്കാർ വന്ന് അതിൽ അഭിപ്രായം പറയുന്നത് പോലെയാണ്. ഇപ്പം നിങ്ങൾ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു ജേർണലിസ്റ്റാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ കണ്ടൻറ്റുകൾ ഇങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്ന കുറച്ചുകൂടെ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതായത് ഒരു ക്രിറ്റിസിസം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ മേലേക്ക് നിങ്ങളെ ഈ പറയുന്നത് പോലെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഇപ്പോഴും അറിയാത്ത ഒരാളാണ് ഞാൻ. എനിക്കത് അറിയില്ല അതെങ്ങനെ. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാനും പറ്റില്ല. കാരണം ഓരോ പേഴ്സൻ്റെ ചോയ്സാണ് അതെങ്ങനെ വേണം. ഇപ്പം ഇതേ സോഷ്യൽ മീഡിയനെ തന്നെ വളരെ നന്നായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ സ്വന്തം പ്രമോഷന് വേണ്ടിയിട്ട് കണ്ടൻറ്റിനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ അത്രയും ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളല്ല. അതായത് എൻ്റെ പേഴ്സണൽ പ്രമോഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടൻറ് ക്രിയേഷനോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എനിക്ക് ആ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളാണ്. പക്ഷേ എന്നെ അങ്ങനെ ഒരാൾക്കാർ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ ജോലി സിനിമയാണ്, ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ്. ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ വഴി നിങ്ങൾ എന്നെ കാണുന്നു, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഇൻ്റർവ്യൂകൾ വഴി നിങ്ങൾ എന്നെ കാണുന്നു എന്നതിൽ കവിഞ്ഞിട്ട് എനിക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവാം. എനിക്ക് എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളോ ഉണ്ടാകും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒന്നായിരിക്കില്ല.
അപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ എൻ്റെ പ്രൈവസിയും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ ഈ കാണുന്ന ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ ജഡ്ജ് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. വിനയ് ചേട്ടാ, ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ ഇഷ്യൂ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് ഇടുവാണ്. അതായത് അവർ കഴിഞ്ഞ ദിവസങ്ങളായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു പാനലിസ്റ്റിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഞാനെന്ന് വരെ അവർക്ക് പറയേണ്ടി വരുന്നു. എന്ന് വെച്ചാൽ ഒരാൾ താൻ ഒരു സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷലി തന്നെ അബ്യൂസീവായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരാൾ അഭിസംബോധന ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ തന്നെ അഭിസംബോധന ചെയ്തു എന്ന തരത്തിൽ അത് പുറത്തേക്ക് വെളിപ്പെടുത്തുന്നു. അതൊരു കേസായി മാറുന്നു. പക്ഷേ പിന്നീടും അവർക്കിത് നിരന്തരം ഇതിനെ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരുന്നു, ന്യായീകരിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുന്നു, വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. ഒരു പുരുഷനായതിൻ്റെ ഒരു പ്രിവിലേജ് പലപ്പോഴും ആലോചിച്ച് അത്തരം നിമിഷങ്ങളുണ്ടോ? ഒരു കുറ്റബോധം തോന്നുന്ന, സ്വന്തം ഇൻഡസ്ട്രിയിൽ കൂടെ തന്നെ നിൽക്കുന്ന ഇത്തരം ആളുകൾക്ക് ഇത്രയും ദുർബലമായ ഒരു സാഹചര്യമാണല്ലോ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളുണ്ടോ? എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ പലപ്പോഴും പല ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ മാത്രം കണ്ടൊരു വ്യക്തിയാണ്. ഞാനൊരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഈ പറയുന്ന ആളെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇടപഴകിയിട്ടുള്ള ആളുകളിൽ ഇത്ര പൊളൈറ്റായിട്ടുള്ള, ഇത്ര ജെനുവിനായിട്ടുള്ള, ഇത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള വേറൊരു ആക്ട്രസിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ദൗർഭാഗ്യകരമാണ്. അത് എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥ ശരിക്കും ഒരു അർത്ഥത്തിൽ അതിനുള്ള മറുപടി ഇപ്പോൾ ഈ പറയുന്ന വ്യക്തികൾക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചാനലിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏതൊരു ചാനൽ, ഒരു പ്രസ്തുത ചാനൽ തന്നെ ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ടി വാദിച്ച ഈ വ്യക്തിക്കെതിരെ ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഉള്ളൊരു ക്ലിപ്പ് വെച്ചിട്ട് അവർ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഇത് സംഭവിച്ചെന്തായാലും ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ഒരാൾ ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു, അതുപോലെ ഞാനൊരു സ്ഥലത്ത് ഇനോഗ്രേഷന് പോകുന്നു എന്നൊക്കെ പറയുന്നത് എൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ്. നാളെ എനിക്ക് സിനിമ ഇല്ലാണ്ടായാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ ഭയങ്കര നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ്, ഇപ്പോൾ 5 വർഷത്തിന് ശേഷം ഈ പറയുന്ന ആളുകൾ അവരെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ഈ പറയുന്ന ഉദ്ഘാടനങ്ങൾ കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ നാളെ പണിയിലാണ്ടായി ഒരുപക്ഷെ അപ്പുറത്ത് വല്ല ചേട്ടൻ കല്യാണം കൂടി വിളിക്കില്ല നമ്മളെ. എവിടെയോ ഈ പറയുന്ന മിലിറ്ററിക്കാരൻ്റെ അവസ്ഥയാണ് നമുക്ക് ഈ പറയുന്ന പോലെ. ഇപ്പം നമ്മളിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരാളുടെ, ഇപ്പോൾ നേരത്തെ നിഖില പറഞ്ഞ പോലെ ഞാൻ അറിയപ്പെടേണ്ട ഒരു നടനായിട്ടാണ്, ഞാൻ സംസാരിക്കേണ്ട എൻ്റെ സിനിമകളിലൂടെയോ നാടകങ്ങളിലൂടെയാണ്. അവിടം വരെയാണ് അതിനൊരു അതിർവരമ്പ് പലപ്പോഴും. അല്ലാതെ ഞാൻ ചെയ്യുന്ന ഒരു തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു നടനായതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിലേക്കോ എൻ്റെ ഒരു ഫാമിലി ലൈഫിലേക്കോ ഒന്ന് കടന്നു കയറേണ്ട ഒരു അവസ്ഥയില്ല പലപ്പോഴും. ഇപ്പോൾ ഞാനും നിങ്ങൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂവറാണ്, നിങ്ങളെൻ്റെ സുഹൃത്താണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ എന്നിരുന്നാലും അവർക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. ആ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ടും എല്ലാ മനുഷ്യർക്കും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് വെക്കുക എന്ന് പറയുന്നത് എവിടെയോ ഒരു മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം കൂടിയാണ്. നമ്മളെ മനുഷ്യരെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് പലപ്പോഴും മറക്കുകയും ഈ പറയുന്ന ഏതോ ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഏതൊരു അവസ്ഥ വരെ പോവുകയും വേറൊരാളുടെ ഇമോഷനെയോ വേറൊരാളുടെ വ്യക്തിത്വത്തിനെയോ ഒന്നും റെസ്പെക്റ്റ് ചെയ്യാത്തൊരവസ്ഥ ശരിക്കും അത് വളരെ സങ്കടകരമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിഖില സിനിമാ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെട്ട ആളാണ് സർക്കാരിൻ്റെ. അതിനുശേഷം നിഖില പല ഇൻ്റർവ്യൂസിലും സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സിനിമയിൽ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകളുമായിട്ടും അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഹെയർ സ്റ്റൈലിസ്റ്റുകൾ, അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഇത്തരം ആളുകളുമായി സംസാരിക്കാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്ന് നിഖില പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ സിനിമാ മേഖലയിലെ ഇത്തരം ഇഷ്യൂസ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ഈ പറയുന്ന വിഭാഗങ്ങളിലെ ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ പറയുന്ന അവരുടെ എന്താ പറയുക ഏജൻറ്റുകൾ കൊണ്ടുവരികയും ചിലപ്പോൾ ഒരു ദിവസം ജോലിയില്ലാതെ സെറ്റിൽ ചുമ്മാ ഇരിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ അവസ്ഥ, അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർക്ക് സിനിമയിൽ ബാറ്റയോ
എഗ്രിമെൻറ്റോ പോലും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ അടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ പറയുന്ന സെക്ഷൽ അലിഗേഷൻ അപ്പുറത്തേക്ക് വലിയ ഗ്രാവിറ്റിയുള്ള ഇത്തരം പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നു. ഈ സിനിമാ നയരൂപീകരണ സമിതിയുടെ ഭാഗമാകുന്നതോടുകൂടി അതിനുശേഷമുള്ള ഡിസ്കഷൻസ് എങ്ങനെയായിരുന്നു? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി ഈ വർക്ക് അറ്റ്മോസ്ഫിയർ മാറുന്നുണ്ടോ? എങ്ങനെ തോന്നുന്നു? നയരൂപീകരണ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നേ രൂപീകരിച്ചതാണ്. പക്ഷെ ആക്റ്റീവായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ആക്റ്റീവായിട്ടുള്ള എൻ്റെ പാർട്ടിസിപ്പേഷനും ഒക്കെ പോസ്റ്റ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി ഇതിൽ ശേഷമായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സെക്ഷൽ പ്രശ്നങ്ങളല്ല, അങ്ങനത്തെ ഹറാസ്മെൻറ്റ്സിൽ കാട്ടിലും ഉപരി ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളും ഇപ്പോഴും സിനിമയിൽ നടക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ പ്രശ്നം, അവർക്ക് ബേസിക് നീഡ്സ് കിട്ടാത്തതിൻ്റെ പല പ്രശ്നങ്ങളും പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരുടെയും സൈഡിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കാം മോസ്റ്റ്ലി അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു പോളിസിയുടെ ഭാഗമായിട്ട് അതായിരിക്കാം കൂടുതൽ. ബേസിക് നീഡ്സിന് നമുക്ക് ഇപ്പോൾ എല്ലാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളില്ലേ, അത് അഡ്രസ്സ് ചെയ്യപ്പെടാണ്ട് നമുക്കതിന് മേലേക്കുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. കാരണം ഇത് കിട്ടുന്നില്ല, ഇത് കിട്ടാത്തടത്ത് നമ്മളതിന് മേലെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പം ഫസ്റ്റായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ബേസിക് നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുക, ട്രാവൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പോളിസിയുടെ ഭാഗമായിട്ട് മുന്നിലേക്ക് വരുന്നത്. അതിൽ എനിക്ക് നമ്മൾ പരാതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പോളിസിയുടെ ഭാഗമായിട്ട് വരും എന്നുള്ളതല്ലാതെ നമ്മൾ ഈ ഹേമ കമ്മിറ്റി വെച്ചിട്ട് അങ്ങനെയുള്ള ചർച്ചകൾ അതിൽ ഇല്ല. അല്ല, ഈ സെറ്റുകളിൽ ഇപ്പോൾ മാറ്റം സംഭവിക്കുന്നുണ്ടോ? സെറ്റുകളിൽ എന്തെങ്കിലും ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ ലഭിക്കുന്ന കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകളിൽ ഇപ്പം ഞാൻ കുറേ കണ്ടിട്ടുള്ള, ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അമ്പലം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1500ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, ചേഞ്ചിങ് റൂം ഫെസിലിറ്റി, റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ്, ഫുഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഇത് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല എനിക്കൊന്നും എല്ലാവർക്കും ഇതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതും ഒരു പ്രശ്നമാണ് സിനിമയിൽ. നമുക്ക് അവെയർനെസ് ഇല്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇപ്പോൾ ഒരാൾക്കാർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് അടുത്ത ആൾക്കാർ ചെയ്യുന്ന ഒരു സിസ്റ്റവും ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സിനിമകളും ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ കണ്ടെടുത്തോളം കുറേയും കൂടെ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ IC വന്നതിൽ പിന്നെ നമുക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് പറയാം എന്നുള്ളൊരു സ്പേസിലേക്ക് അതും ഒരുപാട് പേർക്ക് അറിയില്ല. പക്ഷെ അതും ആ അവെയർനെസ്സും നമ്മളിപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടെക്നീഷ്യൻസിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ IC ഉണ്ട്, നിങ്ങൾക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. അത് കംപ്ലയിൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് എന്നുള്ള അവെയർനെസ് കൊടുക്കാറുണ്ട്. അത് കംപ്ലയിൻറ്റ് നമുക്കിപ്പോൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അവരുടെ ചോയ്സാണ് കംപ്ലയിൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. ഇപ്പോൾ വിനയ് ചേട്ടാ, ഇപ്പോൾ നിഖില വിമൽ, വിനയ് ഫോർട്ട്, പാർവതി അല്ലെങ്കിൽ പത്മപ്രിയ, ഇങ്ങനെ ചില ആളുകൾ മാത്രമാണ് പൊതുമധ്യത്തിൽ ഇങ്ങനൊരു പൊതുവേദിയിൽ സിനിമയിൽ നിന്ന് വരികയും സിനിമയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി സംസാരിക്കുക, അതിൻ്റെ പല ലേയേഴ്സിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ വിനയ് ചേട്ടനൊക്കെ സംസാരിക്കുന്ന പോലെ ഈ ധൈര്യം ഉണ്ടല്ലോ, ഈ ബീങ് ഔട്ട് സ്പോക്കൺ എന്ന് പറയുന്നൊരു ടാഗ് നിങ്ങൾക്കെല്ലാം വേറൊരു തരത്തിൽ കൂടിയുണ്ട്. ഇപ്പോൾ നിഖില വിമൽ തഗ് സ്റ്റാർ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു നടി കൂടിയാണ്. അപ്പോൾ ബീങ് ഔട്ട് സ്പോക്കൺ എന്ന് പറയുന്നത് സിനിമയിൽ ശരിക്കും അഫോർഡബിൾ ആണോ? മീൻസ് നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക, പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്നൊരു ഭയമുണ്ടോ? ഞാൻ പൊതുവേ തഗ്ഗൊന്നും അടിക്കാറില്ല. എൻ്റെ അല്ല, ഞാൻ പൊതുവേ സംസാരിക്കാൻ ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള തരത്തിൽ ഞാൻ എല്ലായിടത്തും കയറിയിട്ട് അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ മാത്രമാണ്. ഇപ്പം ഞാൻ വളരെ സബ്ജക്റ്റീവായിട്ട് പറയാട്ടോ, എൻ്റെ കാര്യം മാത്രം പറയാണ്. എനിക്ക് അതിനെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ. ഞാനിപ്പോൾ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെ അത്തരം ഒരു കോമൺ സെൻസൊക്കെയുള്ള വളരെ സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ്.
അപ്പോൾ ഒന്ന് ഇങ്ങനെ സമൂഹത്തിൽ എന്ത് നടന്നു കഴിഞ്ഞാലും പ്രതികരിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടോയെന്നോ അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് എനിക്കുണ്ടോയെന്നോ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ആട്ടത്തിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ ഞാൻ ചെയ്തൊരു സിനിമയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാം, ഞാൻ ചെയ്ത ഒരു കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കാം. അതല്ലാതെ നമ്മൾ എവിടെയെങ്കിലും സംസാരിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനം പലപ്പോഴും ഗതികേടായിരിക്കും, നമ്മളെ വളരെ വ്യക്തിപരമായിട്ട് കൊള്ളുമ്പോഴാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളെല്ലായിടത്തും പോയിട്ട് എല്ലാ വിഷയത്തിനോട് പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനൊരു കലാകാരനാണ്, ഞാനൊരു ആക്ടർ മാത്രമാണെന്ന് പറയുന്നൊരു തിരിച്ചറിവ് എപ്പോഴും എനിക്ക് എവിടെയോ എനിക്ക് സ്ട്രെങ്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ തഗ് പറയാന്ന് പറയുന്നത് അത് പല രീതിയിൽ ട്രോളുകൾ അല്ലെങ്കിൽ മീമുകളായി മാറുന്നു, തഗ് സ്റ്റാറായി ഞാനും കാണലുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഈ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഈ ധ്യാൻ ശ്രീനിവാസൻ എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പം നിഖില് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു റീലൊക്കെ വരികയാണെങ്കിൽ ഞാൻ കാണും. എനിക്കത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് നല്ല പരിപാടിയാണ്. അതുപോലെ ഈ തഗ് പറയാന്ന് പറയുന്നത് ഇതിപ്പോൾ പ്രത്യേകിച്ച് അതിന് തൊട്ട് മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കൊനസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അതിനുള്ള മറുപടി ആയിട്ടാണ് ഈ തഗ്ഗുകൾ പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ അത് അത്ര നേരത്തെ ആലോചിച്ച് കൂട്ടിയൊന്നും പറയുന്ന കാര്യമല്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തഗ്ഗുകളുണ്ടല്ലോ, ഇത് ഒരു തരത്തിൽ ഇതിനുള്ള മറുപടിയാണോ? അതായത് ഈ മാധ്യമങ്ങളുടെ ഇത്തരത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ നിഖില വിമലിനോട് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ടതും നിഖില വിമൽ ഒരു തരത്തിലും ഞാൻ ഉത്തരം പറയില്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ളൊരു കാര്യം ഫാമിലി ലൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഇനി അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന മുന്നറിയിപ്പാണോ തഗ്ഗുകൾ? അങ്ങനെയല്ല, ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പണ്ട് മുതലേ ഈ കൗണ്ടർ ഉള്ളിൽ പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഈ അതായത് പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്ക് അതിന് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും എങ്ങനെ ഞാൻ ആലോചിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പം ചിലതൊക്കെ എല്ലാം പുറത്ത് പറയുന്നു എന്നുള്ളതല്ല, ചിലതൊക്കെ ചില സമയത്ത് ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കത് റിയാക്ട് ചെയ്യാൻ തോന്നാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ തഗ് പറയണമെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെയല്ല ഞാൻ പറയുന്നത്, തഗ്ഗും അല്ല. ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് എനിക്ക് തന്നെ തോന്നാറുണ്ട് എന്തിനാണ് എന്നെ ഈ കണ്ണട വെച്ച് സിഗരറ്റ് വെച്ച് വിടണമെന്ന് എനിക്ക് അറിയാൻ തന്നെ പാടില്ല. കാരണം എൻ്റെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ എൻ്റെ ലൈഫിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അധികവും അത് പാളിപ്പോവാറുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് പാളിപ്പോയ എക്സ്പീരിയൻസ് ആയിരിക്കും കൂടുതലുണ്ടാകുന്നത്. ഞാൻ അങ്ങനെ പാളിപ്പോയി പിന്നെ അതിനൊരു സട്ടയറായിട്ട് എടുക്കാൻ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ശീലിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതിനെ അങ്ങനെയാണ് ഡീൽ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിനെ ആൾക്കാർ തഗ്ഗെന്ന് വിളിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇപ്പം തഗ്ഗല്ല, ഇപ്പം ഞാൻ തർക്കുത്തരം സ്റ്റാറാണ്. ഇപ്പം ഞാൻ പറയുന്നത് തിരിച്ച് ഇപ്പം എൻ്റെ പേര് അങ്ങനെ തറുതല സ്റ്റാറെന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അങ്ങനെയാണ് അത്. നിങ്ങൾക്ക് ഒരു പോയിന്റ് വരെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് കേൾക്കാൻ. ഒരു പോയിന്റിന് മേലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അങ്ങനെ സംസാരിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പം പറഞ്ഞല്ലോ ഒരു വലിയ ഭൂരിഭാഗം ആൾക്കാരെ സംതൃപ്തിപ്പെടുത്തുന്നതിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിൽ നമ്മൾ സമാധാനത്തിൽ ജീവിച്ചു, നമ്മൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുമായിരുന്നു, പക്ഷെ അവിടെ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എന്തെങ്കിലും ഒന്ന് പറയായിരുന്നു എന്ന് പിന്നെ റിഗ്രറ്റ് ചെയ്യാതിരിക്കാനാണ് ഞാൻ അപ്പം പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടി അതിനോട് ചേർത്ത് വയ്ക്കാനുള്ളത്, ഇപ്പം നിഖില വിമൽ സ്വന്തം പൊളിറ്റിക്സും ഓപ്പൺലി പല സമയത്തും പറഞ്ഞിട്ടുള്ള ആളാണ്. പല സമയത്തും അത് വിവാദങ്ങളായിട്ടുണ്ട്. പത്രസമ്മേളനം നടത്തേണ്ടി വന്നിട്ടുണ്ട്, വിശദീകരിക്കേണ്ടി വന്നിട്ട് മീൻസ് ഈ പത്രസമ്മേളനങ്ങളിൽ മാധ്യമങ്ങളെ തിരുത്തേണ്ടി വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ ബീഫുമായി ബന്ധപ്പെട്ട ആ പരാമർശം ഇതൊക്കെ വലിയ രീതിയിൽ നിഖില വിമലിനെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഇതിനെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്സ് പറയാന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ആശയധാരയുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് ഞാൻ എന്ന്, അല്ലെങ്കിൽ ഒരു പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതിനൊരു അനുഭവമുള്ള ആളാണ് എന്നൊക്കെ ഓപ്പണായി പറയാമെന്ന് പറയുന്നത് പലപ്പോഴും സിനിമാ മേഖലയിൽ നമ്മൾ കാണാത്ത കാര്യമാണ്. വളരെ വിരളമായാണ് ആളുകൾ അത്തരത്തിൽ ഓപ്പൺ അപ്പ് ആവുന്നത്. അപ്പോൾ അങ്ങനെ കൂടി നിൽക്കുക എന്ന് പറയുന്നത് സിനിമയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? മീൻസ് എന്തെങ്കിലും തരത്തിൽ അത് ബാക്ക് ക്ലാഷ് ചെയ്യും, ബാക്ക് ഫയർ ചെയ്യും അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു സിനിമാക്കാരൊക്കെ ഇതിൽ കുറച്ചുകൂടെ വിവരമുള്ള ആൾക്കാരാണ്. അവർക്കും എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരു പിന്നെ പാർട്ടിയിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നടക്കുന്നത് സിനിമയ്ക്ക് പുറത്താണ്. ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മളോട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ്
ഇത് പ്രശ്നമാണെന്ന് പറയുന്നത്. സിനിമയിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ഇന്ന മതത്തിൽ നിന്നാണോ, ഇന്ന ജാതിയിൽ നിന്നാണോ, അല്ലെങ്കിൽ ഇന്ന പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളാണോ, ഇന്ന് പറഞ്ഞത് മോശമായി പോയെന്നു സംസാരിക്കുന്ന ആൾക്കാരെ അല്ല. സിനിമയിൽ ഞാൻ കണ്ടിടത്തോളം അല്ല. അപ്പം ഇനി ഇൻറ്റേർണലി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത്രയും പുറത്ത് വന്ന് അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷെ പുറത്ത് ഓഡിയൻസിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ആഷിഖ് അബുവിനെ പോലെ ഒരാൾ പൊളിറ്റിക്സ് പറയുന്നു. ആഷിഖ് അബു അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് പല രീതിയിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പൊളിറ്റിക്സ് പറയുന്ന ആളുകൾ ടാർഗറ്റ് ചെയ്യപ്പെടും മറ്റൊരു വിഭാഗത്തിൽ നിന്ന് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അങ്ങനെ ഒരു ഭയം ഉണ്ടാവും? ഒന്ന് എന്നെങ്കിൽ പറഞ്ഞൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഭയങ്കര ഒരർത്ഥത്തിൽ ഭയങ്കര സത്യമുള്ളൊരു കലയാണ്. നമ്മളൊരു ആക്ടർ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നുണകൂടി പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിൽ അത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മളെ കലാകാരന്മാരായിട്ട് നോക്കി കാണുക എന്ന് പറയുന്നതാണ്. ഒരാളുകളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, അവർക്ക് അവരുടെ പാർട്ടിയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം ഞാനോട് നടൻ എന്നുള്ള തരത്തിൽ എന്നോട് നടനായിട്ട് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഞാൻ ഏത് ജാതിയിൽ നിന്നോ ഞാൻ ഏത് പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളെന്ന് പറയുന്നതിന് യാതൊരു റിലവൻസ് ഇല്ല. പ്രത്യേകിച്ച് നിഖില പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ കാസ്റ്റിംഗ് നടക്കുന്നത് ഞാൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളായത് കൊണ്ടിട്ടല്ല, നമ്മൾ ആ കഥാപാത്രത്തിന് യോജിച്ച ഒരാളാണ്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്, പലപ്പോഴും സിനിമ നല്ലതാണോ എന്നില്ല, പക്ഷേ എല്ലാ സിനിമകളും ഉണ്ടാക്കുമ്പോൾ ഒരു 99% സിനിമയുടെ മോട്ടീവ് നല്ല സിനിമ ഉണ്ടാക്കാനാണ്. നല്ല സിനിമ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല സംവിധായകൻ്റെ നേതൃത്വത്തിൽ, നല്ല തിരക്കഥയിൽ, നല്ല ടെക്നീഷ്യൻസും നല്ല ആക്ടേഴ്സൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു ആർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ വേറെ ഒരു പൊളിറ്റിക്സിനോ ഒന്നിനും, ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച ഒരു കാര്യം അതാണ്. അവിടെ ആർട്ടിനും ഡെഫിനറ്റ്ലി സിനിമ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നൊരു സാധനം ഒഴിവാക്കി നമുക്കൊരു സിനിമ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെയുള്ളൂ അവിടെ. ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ ഐഡിയോളജിയോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും നടക്കുന്നില്ല ഇവിടെ. സിനിമയിൽ പ്യുവർലി ഇത് ടാലൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കും നിങ്ങളുടെ ഇതുവരെയുള്ള വർക്കും കാര്യങ്ങളും ഒക്കെയാണ് ആൾക്കാർ അതിന് നിങ്ങൾക്ക് അടുത്തൊരു സിനിമ കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ജാതിയോ മതമോ പൊളിറ്റിക്സോ സിനിമയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതായത് ചർച്ചകൾ ഉണ്ടാവാം, പക്ഷെ അതിനെ നമ്മൾ ഈ പറയുന്ന ഒരു മെയിൻ സ്ട്രീം പ്രോസസ്സിലേക്ക് പോകുമ്പോൾ നമ്മളതിനെ അങ്ങനെയല്ല അതിനെ കാണുന്നത്. ഇപ്പം നമ്മൾ ആരും, ഇപ്പം നമുക്കിവിടെ അറിയാവുന്ന എത്രയോ ഇപ്പോൾ ഇവിടെയുള്ള ലെജൻഡറി ടെക്നീഷ്യൻസിനെയൊക്കെ നമ്മൾ ഇത്രയും പറയുമ്പോൾ ഹിന്ദുവായിട്ടുള്ള ഇന്നയാൾ, മുസ്ലിമായിട്ടുള്ള ആൾ, ഇന്ന പാർട്ടി ഫോളോ ചെയ്യുന്ന ഇന്ന ആളെന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന അതാ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിലെ കാലഘട്ടത്തിലാണ് നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഇതിനെ ഒരുപാട് നാളുകൾ ചർച്ചയാവപ്പെടുന്നതും ആ ഒരു സ്പേസിലാണ്. നമ്മളുടെ സ്പേസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമയിൽ ഇത്തരം പ്രശ്നങ്ങൾ വലിയ രീതിയിൽ കാണപ്പെടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തരം വിവാദങ്ങൾ പല സമയത്തും നിങ്ങളുടെ ഒരു പടം റിലീസാവാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രൊമോഷൻ സമയത്തായിരിക്കും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സിനിമയെ ഇത് ബാധിക്കുമോ എന്ന ടെൻഷൻ ഉണ്ടാവില്ലേ? അങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലേ? ഉണ്ടാവാറുണ്ട്. ഇപ്പം ജോ ആൻഡ് ജോൻ്റെ സമയത്താണ് ഈ ബീഫിൻ്റെ ഇത് വന്നത്. അപ്പോൾ അവർ പ്രൊഡക്ഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ എനി കൈൻഡ് ഓഫ് പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി എന്നാണ്. അപ്പം ഞാനതിൽ ബോധേഡായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ഒരു ഫീമെയിൽ സെൻട്രിക് എന്ന് പറയുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ ഒരു സിനിമയിൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കത് ഓക്കെ ആയിരുന്നു. അത് ഈ പറയുന്ന പോലെ ഓരോ വ്യക്തികളുടെ ഇതാണ്. ചില പ്രൊഡക്ഷന് ചിലപ്പോൾ താല്പര്യമുണ്ടാവില്ല അങ്ങനത്തെ ഒരു പബ്ലിസിറ്റി. എന്നോട് വേറെ സിനിമയുടെ ആൾക്കാരൊക്കെ ചിലപ്പോൾ വന്ന് പറയാറുണ്ട്, എങ്ങനെയെങ്കിലും ഒരു 2 ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഇതൊന്ന് ഹിറ്റാക്കി തരണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കാസ്റ്റിംഗ് നടക്കും. അങ്ങനെയും കാസ്റ്റിംഗ് നടക്കാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു എന്താ പറയുക, വലിയ പേഴ്സണലി നമ്മളെ അത് എഫക്റ്റ് ചെയ്യും. നമ്മളെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളെ ഈ പറയുന്ന കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യും. ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഒരു പോയിന്റിന് മേലെ നമ്മളെന്തായാലും എഫക്റ്റ് ചെയ്യും. എനിക്കെതിരെ ഒരു ടാർഗറ്റഡ് അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും ഇതിനെപ്പറ്റി ചർച്ച നടക്കുന്ന സമയം ഞാൻ ആലോചിച്ചു, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പോയിന്റിലല്ല നമ്മളൊരു അതിനൊരു റെലവൻസ് വേണം ഇല്ലേ?
ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, അങ്ങനെ റെലവൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ അതിന് ഇവിടെ ആവശ്യക്കാരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മീഡിയയും ചൂസ് ചെയ്യുന്നത് ഇതിനെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്ന് പറയുന്ന, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഹണി റോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവർക്കൊരു വിഷമം ഉണ്ടായി എന്നുള്ളത് അവർ അഡ്രസ്സ് ചെയ്തതാണ്. അതിനെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറ്റിമറിക്കുന്നത്? അത് അവരുടെ പേഴ്സണൽ ഒരു വിഷയമാണ്, അവരുടെ കാര്യമാണ്. എനിക്ക് ഇന്ന കാര്യങ്ങൾ ഒരാൾ എന്നോട് പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അവർ പറയുന്നതിൽ എവിടെയും നാട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ് എന്നവർ പറഞ്ഞില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഞാൻ അതിൻ്റെ പേരിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ് എനിക്ക് വിഷമമായത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? അല്ലേ, എൻ്റെ വിഷമം ഞാൻ നിങ്ങളോട് വന്ന് പറയുകയാണ്, ഞാനിപ്പോൾ ഇന്ന് വന്ന് ജിഷ്ണുവിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് ഇന്നൊരു വിഷമമുണ്ട്, പക്ഷേ അതിൻ്റെ ഡെപ്ത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നെ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിനെ കേൾക്കാനേ ജിഷ്ണുവിന് പറ്റില്ല. അതിനോട് എന്താ പറയുക, ഓക്കെ ശരി സാരമില്ല എന്ന് പറയുന്നതിൽ കവിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ ഉണ്ടായ ഒരു പേഴ്സണൽ വിഷമം അവർ അഡ്രസ്സ് ചെയ്യുന്നതിന് അവർ ഈ പറയുന്നത് പോലെ ഇങ്ങനൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരതിനെ പബ്ലിക്കലി അവർക്കിത് അനൗൺസ് ചെയ്യേണ്ടി വന്നു. പേഴ്സണലി ഈ പറയുന്ന പിന്നെ ഉണ്ടാവുന്ന ചർച്ചകൾക്ക് വേണ്ട, ഞാൻ കണ്ടിട്ടില്ല അവരെത്ര പൊളൈറ്റായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്രയും ചാനലുകളിൽ ചർച്ച നടക്കുമ്പോൾ എവിടെയും അവർ പോയിരുന്നിട്ട് അതിനകത്ത് സംസാരിക്കുന്നില്ല. അവരുടെ ജീവിതത്തിനെ പറ്റി ഒന്നും അറിയാത്ത അവരെ ഈ പറയുന്ന പോലെ സിനിമകളിലും ഈ പറയുന്ന ഉദ്ഘാടന വേദികളിലും മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർ ആണ് അവരെ പറ്റി ചർച്ച ചെയ്യുന്നത്. അതും ഈ പറയുന്ന നിങ്ങളുടെ പ്രൈം ടൈം ചർച്ചകളിൽ നിങ്ങൾക്കറിയാത്തൊരു വ്യക്തിയെ പറ്റി 5 പേരിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്കുണ്ടായിട്ടുണ്ട് ആ എക്സ്പീരിയൻസ്. ഞാൻ ബീഫിനെ പറ്റി സംസാരിച്ചപ്പോഴും ഞാൻ ഈ മറ്റേ മുസ്ലിം വീട്ടിലെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്തും ഞാനിങ്ങനെ ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ട് 5 പേര് ചർച്ച നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അവർക്ക് അറിയില്ല, ഞാൻ എന്താലോചിച്ചു എന്നറിയില്ല. ഞാൻ ഇന്നതിൽ പ്രതികരിച്ചിട്ടില്ല, ഇന്ന കാര്യങ്ങളിൽ അവർ പ്രതികരിച്ചു, അപ്പോൾ ഇവർ ഭയങ്കര ബയാസ്ഡ്. ഞാൻ പ്രതികരിക്കണമെന്നേ വിചാരിച്ചിട്ടില്ല. ഇതെൻ്റെ പ്രതികരണമേ അല്ല, ഇതെൻ്റെ കോൺവെർസേഷനാണ്. അത് പ്രതികരിക്കണമെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ അറിയാത്ത ഒരാളല്ല ഞാൻ ഇതിനെപ്പറ്റി പ്രതികരിക്കേണ്ട ഒരു സ്പേസും ആയിരുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നു, എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാനൊരു പ്രസ് മീറ്റ് വിളിച്ച് ഞാൻ പ്രസ്സിനെയൊക്കെ വിളിച്ചിട്ട് ഞാനത് പ്രതികരിക്കും. അങ്ങനെ അല്ലാത്ത ഒരു സ്പേസിൽ അതെൻ്റെ ഒരു കോൺവെർസേഷൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം മീഡിയയും ഓഡിയൻസും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനുരാഗ് കശ്യപിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ അനുരാഗ് കശ്യപ് പറയുന്നൊരു കാര്യം, മലയാളത്തിൽ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു സിനിമ റൈഫിൾ ക്ലബ്ബ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചാണ് സംസാരമെങ്കിൽ കൂടി അദ്ദേഹം പറയുന്നൊരു കാര്യം, മലയാളത്തിൽ സ്റ്റാർഡം എന്ന് പറയുന്നത് മാറി ആർട്ടിസ്റ്റുകളായി സിനിമ ആക്ടേഴ്സ് മാറുന്നു എന്നൊരു കാര്യം. അതായത് ഈ ഹൈറാർക്കി എല്ലാം അവസാനം നമ്മൾ നോക്കിയാലും മനസ്സിലാവും, മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി എന്ന 2 ഐക്കൺസിന് ശേഷം അതുപോലെ 2 ഐക്കൺസ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അത് ഈ ഇൻഡസ്ട്രിക്ക് സംഭവിച്ചൊരു വലിയ പോസിറ്റീവായ കാര്യമായിട്ട് ഒരുപക്ഷെ നമുക്ക് വിലയിരുത്താം. കാരണം എല്ലാവരും പരസ്പരം നേരത്തെ പറഞ്ഞ പോലെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതെത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതായത് എല്ലാവരും കൊളാബറേറ്റ് ചെയ്ത് നിൽക്കുന്നു, സ്റ്റാർഡം ഇല്ലാതിരിക്കുന്നു. ഇപ്പോൾ വിനയ് ചേട്ടൻ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിനിമയിലെത്തിയതിന് ശേഷം ഞാൻ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ജീവിതം തന്നെയാണെന്ന്. അപ്പോൾ ഈ മിഡിൽ ക്ലാസ്സായി തന്നെ നിൽക്കുക എന്ന് പറയുന്നത് ധൈര്യമാണോ, അതോ ഈ പറയുന്ന സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ നാളെന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കാത്തൊരു സ്പേസാണ് ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഭയമാണോ അതോ ധൈര്യമാണോ? ഈ മിഡിൽ ക്ലാസ്സുകാരനായി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ നിഖില വിമലാണെങ്കിൽ കണ്ണൂരിൽ തളിപ്പറം പോലെ ഒരു സ്ഥലത്ത് നിന്ന് മലയാള സിനിമയിലേക്ക് എത്തിയ ഒരാളാണ്. ഒരുപക്ഷെ നമ്മുടെ കൂടെ ഇരിക്കേണ്ടിയിരുന്ന ലുക്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇതുപോലെ തന്നെ സിനിമയിലെത്തിയ മനുഷ്യനാണ്. അപ്പം നിങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്ത് വന്നൊരു മിഡിൽ ക്ലാസ് ഒരു ഐഡൻറ്റിറ്റി കൂടിയാണല്ലോ, ഇതൊരു ധൈര്യമാണോ ശരിക്കും? തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബേസിക്കലി നമ്മൾ നല്ല ഒബ്സർവേഴ്സ് ആയിരിക്കും. പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും ഇമാജിനേഷനിൽ നിന്നുമാണ് പല കഥാപാത്രങ്ങളോട് റിലേറ്റ് ചെയ്യുന്നതൊക്കെ. ഇപ്പം നമ്മൾ എവിടെയോ ഈ AC റൂമിൽ പെടുക എന്ന് പറയുന്നതിൻ്റെ ഒരു അപകടമുണ്ട്. എവിടെയോ നമ്മളൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ മനുഷ്യരോട് വളരെ ഡിറ്റാച്ച്ഡായിട്ട് നമ്മളുടെ ഒരു സർക്കിൾ രൂപീകരിച്ച് അവിടെ ഇരുന്ന് നമ്മൾ പരസ്പരം ചെയ്ത വർക്കുകളെ പ്രകീർത്തിച്ച് ഇൻ്റർനാഷണൽ സിനിമകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മലയാളം സിനിമ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എന്നും എക്കാലത്തും എന്തുകൊണ്ട് മലയാള സിനിമ നന്നായിരുന്നു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ ഉള്ള കച്ചവട സിനിമകളുടെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ റൂട്ടഡ് ആയിട്ടുള്ള
നമ്മളുടെ മണ്ണിൻ്റെ കഥകൾ, നമ്മുടെ ചുറ്റുപാടുള്ള സാധാരണക്കാരൻ്റെ കഥകളാണ് ഈ പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ന് ഈ പറയുന്ന സാധാരണ സൊസൈറ്റിയായിട്ട് ഡിറ്റാച്ച്ഡ് ആകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എന്ത് നടക്കുന്നു എന്ന് നമുക്കറിയാത്തൊരവസ്ഥയിൽ പിന്നെ ഈ കൃത്രിമത്വം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പില്ലാത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ കണ്ട ഈ പാവപ്പെട്ട ആട്ടം ചെയ്ത കുറേ ആളുകളാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് സർവൈവൽ ഇല്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾക്ക് സിനിമകൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ, നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയും കഠിനാധ്വാനവും അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ഒരു സത്യസന്ധതയുമാണ്. അപ്പം ഞാൻ ഈ മിഡിൽ ക്ലാസ് മാൻ അല്ലാണ്ട് ഞാൻ ഡിറ്റാച്ച്ഡായിട്ട് വേറൊരു ലൈഫിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ സാധാരണ മനുഷ്യരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഇമാജിനേഷൻ ഞാൻ ഈ പറയുന്ന പോലെ ഒരു ലാലേട്ടനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു ഗ്രേറ്റ് ആക്ടർ സോണിൽ പെടുന്ന ആളൊന്നുമല്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതം എപ്പോഴും റൂട്ടഡ് ആയിരിക്കണം. ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എടുത്താൽ അറിയാം, ഞാനൊരു ഭയങ്കര സ്റ്റാറിഡമോ ഭയങ്കര ഹീറോ പരിപാടിയല്ല. ഞാൻ ഭയങ്കര കോമൺ മാൻ്റെ റെപ്രസെൻറ്റേഷനാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ സംസാരിക്കുന്ന സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ റീസൺ. അല്ലാണ്ട് എനിക്ക് പേടിയൊന്നുമില്ല നാളെ സിനിമയിലാകെ ഓവോ അതുകൊണ്ട് ഞാൻ മിഡിൽ ക്ലാസ് മാനായിട്ട് ജീവിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന ഈ തൊഴിലുകൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് പച്ചക്കറി വാങ്ങാൻ പോകുന്നതും മീൻ വാങ്ങാൻ പോകുന്നതും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ചായ കുടിക്കാൻ പോകുന്നതും തട്ടുകടയിൽ പോകുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള തരത്തിൽ എനിക്കൊരു ദുരനുഭവം ഒരു സ്ഥലത്തുനിന്നും ഈ പറയുന്ന പോലെ ഒരു ശതമാനമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു അസ്തിത്വം എന്ന് പറയുന്നൊരു പരിപാടിയെ അതിനെതിരായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഉണ്ടോ ആഡ് ചെയ്യാൻ? ഇല്ല, മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിക്കുന്നത് സുഖമുള്ളൊരു കാര്യമാണ്. സിനിമയിൽ നിൽക്കുമ്പോഴും ഇപ്പം ഞാനെപ്പോഴും പറയാറുണ്ട്, എനിക്കും ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയാണ് പല കാര്യങ്ങളിലും. ഇപ്പം വിനയേട്ടൻ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നമുക്ക് ഭയങ്കര റൂട്ടഡായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കുന്നതിലുമൊക്കെ ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പൈസയുടെ പുറകെ ഓടുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ചിന്തിക്കുന്നതിലും നല്ല വർക്കുകൾ ചെയ്യുക, നല്ല കണ്ടൻസിൻ്റെ ഭാഗമാകുക, നല്ല ക്രിയേറ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നൊക്കെ വരുമ്പം ഈ പറയുന്ന ഒരുപാട് പൈസ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആയിരിക്കില്ല. അങ്ങനെയും നോക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കും. ഇനിയില്ല, ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിലും ഞാൻ പ്രിവിലേജ്ഡ് ആണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല ക്രിയേറ്റേഴ്സിൻ്റെ കൂടെ ഞാൻ നല്ല കണ്ടൻറ്റ്സ് ഉണ്ടാക്കുന്ന സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാരോട് എനിക്കൊന്ന് മലയാളത്തിലും അങ്ങനെ ഇല്ല. നമുക്കങ്ങനെ ഒരു വലിയൊരു ഹൈറാർക്കി ഉണ്ട്, വേറെ പല കാര്യങ്ങളിലുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഇടപെടൽ കാര്യങ്ങളിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ നായികമാരെടുക്കുകയാണെങ്കിൽ ഇപ്പം നിഖില തന്നെ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഈ അപ്പിയറൻസിലൊക്കെ ഭയങ്കര ഡിഫറൻസ് കൊണ്ടുവന്നിട്ട് നായകന്മാരായി വന്ന ആക്ടേഴ്സ് ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പല ലുക്ക് ആൻഡ് ഫീൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തുന്ന. അപ്പോൾ അതേ സമയത്ത് നായികയായി എത്തുന്ന ആളുകൾക്ക് മിക്കവാറും ഈ പറയുന്ന നായകൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന ഭാര്യയോ അല്ലെങ്കിൽ കാമുകിയോ ഒക്കെ ആയിട്ടുള്ള റോളുകളാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഈ ലുക്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് എന്ന് നിഖില ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാഴ എന്ന സിനിമയിൽ നിഖില വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാലം കാണാത്തൊരു നിഖില വിമൽ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഒരു 3 പേരുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലിജോ മോൾ ജയ് ഭീം എന്ന പടത്തിൽ ചെയ്ത ക്യാരക്ടർ എടുക്കുകയാണ്, അല്ലെങ്കിൽ അപർണ ബാലമുരളി സുററൈ പോട്ടറിൽ ചെയ്ത ക്യാരക്ടർ എടുക്കുകയാണ്, വാഴയിൽ നിഖില വിമൽ ചെയ്ത ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ ഒരു അക്രോസ് ഇൻഡസ്ട്രി നമുക്ക് ഇങ്ങനെ കൂടി വളരാനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനൊരു പുതിയൊരു സ്പേസ് തുറന്നു വരുന്നുണ്ടോ? മീൻസ് ഇത്തരത്തിൽ എല്ലാ തരത്തിലും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന തരം ഒരു സ്പേസ് ഉണ്ടാവുന്നുണ്ടോ സിനിമയിൽ? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 3 സിനിമകളും തമിഴ്നാട്ടിലെ ഒരു കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. നമുക്ക് അവിടെ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നമ്മൾ ഇവിടെ ഒരിക്കലും റീമേക്ക് ചെയ്യാൻ പാടില്ലാത്തതുമായ സിനിമകളാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള സിനിമകളാണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ സിനിമകളെ പാൻ ഇന്ത്യൻ ലെവലിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് നമ്മുടെ റൂട്ടിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടും നമ്മളുടെ നാടും നമ്മളുടെ കൾച്ചറും കാണാനുള്ള അവരുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുമാണ്.
അപ്പോൾ അതാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തമിഴിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള ഓഫേഴ്സ് വരുമ്പം ചെയ്യാൻ നമുക്ക് നമ്മളിവിടെയുള്ള ഒരുവിധം എനിക്ക് തോന്നും എല്ലാ എൻ്റെ കണ്ടംപററി ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം അന്നാബൻ ചെയ്തിട്ടുണ്ട്, കൊട്ടുകാളി ചെയ്തു, സ്വാസിക ലബർപ്പന്ത് ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ, ഈ പറഞ്ഞ പോലെ അപർണ ചെയ്തവർക്ക് എല്ലാവർക്കും ലിജോ മോള് ചെയ്തവർക്ക് എല്ലാവർക്കും അങ്ങനെ അവിടെ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ കുറേയും കൂടി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് കിട്ടുന്നത് ഭയങ്കര കുറവാണ്. ഉണ്ടാവുന്ന വളരെ കുറച്ച് സിനിമകളിൽ വേറെ പലരും അഭിനയിക്കുന്നുണ്ട്. ഇല്ല, അവർക്ക് അങ്ങനെ അവസരം ഇല്ല എന്നുള്ളതല്ല. പക്ഷെ നമുക്ക് വരുന്ന സിനിമകളിൽ ഒരു പാറ്റേൺ ഉണ്ടാവും എപ്പോഴും. ഇപ്പം ഒരു ആദ്യം അരവിന്ദനാദികളൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര നന്മ, കുറച്ചധികം കാലം നന്മ റോളുകളായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നന്മ വിട്ടുപിടിക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പം നന്മ കിട്ടണില്ല, ഇപ്പം നന്മ വരുന്നില്ല. ഇപ്പം എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നം, മറ്റേ ദേഷ്യമുള്ള ഭർത്താവിന് തേച്ചിട്ട് പോയ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമാണ് എനിക്ക് ഇപ്പം ഈ സീസണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്താൽ ആ ബ്രേക്ക് ചെയ്തതിൽ ഒരുപാട് സാധനങ്ങൾ വരും. ഇതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക, ഒരു ആക്ട്രസിനെയോ അല്ലെങ്കിൽ ഒരു ആക്ടറിനെയോ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ ഇത്തിരി കുറവാണ്. കുറച്ചും കൂടി കമേഴ്ഷ്യൽ സ്പേസിൽ സിനിമകൾ കാണുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള സ്പേസുകൾ കുറവാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കുറച്ച് സിനിമകളുടെ പേര് പറഞ്ഞല്ലോ, എവിടെയോ പലപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ സിനിമകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് എനിക്കൊന്നും നമ്മൾ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലിറ്ററസി അല്ല. പിന്നെ നമ്മൾ കേരളം എടുത്തു കഴിഞ്ഞാൽ ടൗണുകളാണ് മുഴുവൻ, അല്ലേ? ടൗണുകളാണ് ഇപ്പോൾ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ വൈസും അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കറിഞ്ഞുകൂടാ എത്രത്തോളം ഇന്ത്യയിൽ തന്നെ നമ്മളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉള്ള വേറെ സ്റ്റേറ്റ് ഉണ്ടാവില്ല. എല്ലാ തരത്തിലും നമ്മൾ ഏറ്റവും സേഫായിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. നമ്മുടെ ഇവിടെ ഒരു അതിഭീകര കാസ്റ്റ് സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ലിജോ ചെയ്ത പോലത്തെ ഒരു കഥാപാത്രം ഒരിക്കലും മലയാള സിനിമയിൽ ഉണ്ടാകണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്ട്രീം പരിപാടി നമ്മുടെ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള പോലത്തെ ഒരു ഗ്രാമം നമുക്കില്ല. അപ്പോൾ ഭയങ്കര എക്സ്ട്രീംസ് ഇല്ല. നമ്മുടെ ലൈഫും നമ്മുടെ ചുറ്റുപാടുമൊക്കെ കൈൻഡ് ഓഫ് സേഫാണ്. ഇവിടെ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഒരാൾ ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു അറ്റാക്കൊക്കെ വരുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് പലപ്പോഴും ഈ ചുറ്റുപാടുള്ള ആളുകൾ ഇടപെടും, അല്ലേ? ഒരാളെ നമുക്കങ്ങനെ ഒരു ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ ഒരാളുടെ കളറിൻ്റെ പേരിലൊക്കെ നമ്മളുടെ സംസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നില്ല എന്നുള്ളതല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റിയിൽ സിനിമ എടുക്കാനുള്ള ഒരു പരിമിതി നമുക്കിവിടെയുണ്ട്. നമ്മളുടെ ലൈഫിൻ്റെ റെപ്രസെൻറ്റേഷനാണ് പലപ്പോഴും നമ്മുടെ സിനിമകൾ എന്ന് പറയപ്പെടുന്നത്. നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഓഡിയൻസിന് ചോദിക്കാനുള്ള സമയമാണ്. വളരെ പ്രിസൈസായിട്ട് ചോദിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ടു ദ പോയിന്റ് ചോദ്യമായിട്ട് ആരോടാണ് ചോദിക്കുന്നതെന്ന് കൂടി പറഞ്ഞാൽ. എനിക്കാണ് ചോദ്യമുള്ളത്. സിനിമ എന്ന് പറയുന്ന കലയ്ക്ക് വലിയ ഉയർച്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ സംസ്കാരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയം ചോദിക്കുകയാണ്. അതിന് പ്രധാന കാരണം, ഇപ്പം ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു മൂവി, എനിക്ക് തോന്നുന്നു ലോകത്തിലെ സിനിമാ മേഖലയിലെ ലോകകപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗോൾഡൻ ഗ്ലോബ് അല്ലെങ്കിൽ ഗ്രാൻഡ് പി ഒക്കെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ കേരളത്തിൽ സിനിമാ മേഖലയിലുള്ള സംഘടനകൾ പോലും ആ സിനിമയിൽ അഭിനയിച്ചവർക്കോ ആ സിനിമയ്ക്കോ വലിയ തോതിലുള്ള സ്വീകാര്യത കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് കാര്യം സംശയമാണ്. പിന്നെ നമ്മളിപ്പോഴും ഹണി റോസ് വിഷയം ചർച്ച ചെയ്യുന്നത് പോലെ തന്നെയാണ് ദിവ്യപ്രഭയുടെ ശരീരത്തെയും കനിയുടെ ശരീരത്തെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ഒരു സിനിമാ സംസ്കാരത്തിൻ്റെ ഗതികേടാണെന്ന് ഞാൻ കരുതുന്നു. സിനിമ എന്ന കലയ്ക്ക് ഇപ്പോൾ അനുരാഗ് കശ്യപൊക്കെ ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം സിനിമ ഇൻ്റർനാഷണൽ ലെവലിൽ ഉയർന്നതുകൊണ്ടാണ്, ചുമ്മാതല്ല. പക്ഷേ ഇവിടെ ആ സംസ്കാരത്തിന് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയം ആണ്.
അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞു ഇങ്ങനെ രണ്ടഭിപ്രായം സിനിമയിൽ ഇങ്ങനെയില്ല, പക്ഷേ ഇപ്പോഴും നമ്മൾ കേൾക്കാം മട്ടാഞ്ചേരി ഒരു അഭിപ്രായമുണ്ട്, വേറൊരു സ്ഥലത്ത് വേറെ അഭിപ്രായമുണ്ട്. അങ്ങനെ സിനിമകളെ തരംതിരിക്കുന്ന ഒരു ഏർപ്പാടും കൂടിയും ഞാൻ കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം മലയാളത്തിൽ പ്രമുഖ സംഘടന പോലും ആ സിനിമയ്ക്ക് വേണ്ടത്ര പ്രാതിനിധ്യം, കാരണം ആ സംഘടനയിൽ അംഗത്വമുള്ള ആൾ പോലും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ. യെസ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. എന്തായിരിക്കും ആ സംസ്കാരത്തിൻ്റെ കാരണം? അത് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നാണ്, സിനിമ മേഖലയിലുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടിൻ്റെ മാറ്റമാണോ എന്നുള്ളതും കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരിപാടി ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഇപ്പോൾ ശീതൽ പറഞ്ഞൊരു പരിപാടിയൊക്കെ നടന്നത് സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു. ഈ പറയുന്ന ബ്രൂട്ടൽ, ഇപ്പോൾ ക്യാൻസൽ പോയൊരു സിനിമ, അല്ലെങ്കിൽ ക്യാൻസൽ ഒരു ബെസ്റ്റ് ആക്ട്രസോ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസ് നോമിനേഷൻ കിട്ടിയ ഒരു നടിയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സോഷ്യൽ മീഡിയയിലായിരുന്നു. ഇതും ഒരു സിനിമാ സംഘടന അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഫ്രട്ടേണിറ്റിയുമായിട്ട് വലിയ ബന്ധമുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ പറയുന്നത്. പിന്നെ പലപ്പോഴും നമുക്ക് സിനിമ അങ്ങനെ ഒളിച്ചു വെക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ആ സിനിമക്ക് ആസ് ബി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമക്ക് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ പോയി. ഇവിടെ ആരുടെ അപ്രിസിയേഷൻ നമുക്ക് വേണ്ട. ഇപ്പം നമ്മളങ്ങനെ മാറിയെന്ന് ആലോചിക്കുകയാണെങ്കിൽ ആട്ടം എന്ന് പറയുന്നൊരു സിനിമ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി. തീർച്ചയായിട്ടും സിനിമയുടെ റിലീസിന് മുമ്പ് ഇത് മമ്മൂക്ക കാണുകയുണ്ടായി. സിനിമ നാഷണൽ അവാർഡ് കിട്ടി നമുക്ക്. അതായത് നമ്മളെപ്പോലെയുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു സ്റ്റാറും ആ പടത്തിൽ ഒരു പിണ്ണാക്കുമില്ല, എന്നിട്ട് പുതിയൊരാൾ ചെയ്ത സിനിമക്ക് നാഷണൽ അവാർഡ് കിട്ടി. ഇവിടെ എൻ്റെ ഒരു ഓർമ്മയിൽ ലാലേട്ടൻ്റെ ഒരു പോസ്റ്റ് ഒഴിച്ച് ഫ്രാറ്റേണിറ്റിയിൽ ആരും ആ സിനിമനെ പ്രകീർത്തിക്കുകയോ ഭയങ്കര അഭിനന്ദനങ്ങളോ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ അതുകൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമ ഞങ്ങളുടേതായി. അപ്പം നമ്മൾ എന്തുണ്ടെങ്കിലും ഫ്രറ്റേണിറ്റീനെയോ അല്ലെങ്കിൽ സിനിമാക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒതുക്കലുണ്ടല്ലോ, അതും എവിടെയോ നമ്മളെ ഈ മറ്റുള്ള ഇൻഡസ്ട്രികളിൽ സംഭവിക്കാത്തൊന്നും നമ്മുടെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നില്ല. നമ്മൾ എപ്പോഴും അവസാനം വന്ന് നിൽക്കുന്നത് ഈ ഫിലിം ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയോ ഒതുക്കപ്പെടുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ ചെയ്യുന്നൊരു അത് നമ്മുടെ ശീതളുടെ കേസല്ല, ജനറലി അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. അപ്പം അത് ഭയങ്കര. പിന്നെ സിനിമ സത്യസന്ധതയുള്ള കലയാണ്, അല്ലെങ്കിൽ ഏതൊരു ആർട്ടും നമുക്ക് ആരുടെയും അപ്രീസിയേഷനും, അതായത് സിനിമ നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടിരിക്കും. നമുക്ക് ഒരാളുടെയും ഈ പറയുന്ന പോലെ സർട്ടിഫിക്കറ്റ് വേണ്ട അതിന്. ഇല്ല, അതിനകത്ത് ഈ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മുന്നേ ഉള്ളതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് കൂടുതലുണ്ട്. സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ ബേസിക്സിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ബേസിക്സ് കിട്ടാത്തതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു പണ്ടുണ്ടായിരുന്ന സിനിമയിൽ നിന്നും ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്ന ചർച്ചകൾ അതൊന്നും എനിക്കൊന്ന് അതൊരു 5 വർഷം മുന്നേ നടന്ന വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കറൻ്റ്ലി ഉള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ മാറ്റങ്ങളുണ്ട്. എല്ലാം മാറി ഭയങ്കര ഒരു ഗുഡ് സ്പേസിലാണ് സിനിമ എന്നുള്ളതല്ല, പക്ഷേ അത്യാവശ്യത്തിന് വേണ്ടുന്ന മാറ്റങ്ങൾ പലരുടെയും ചോദ്യങ്ങളും പലരുടെയും അവർ ചോദിച്ചത് കൊണ്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത് കൊണ്ടും ഒക്കെ തന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെ മാറ്റങ്ങളില്ലാത്ത ഭയങ്കര ഇപ്പോഴും മറ്റേ കുഴിയിൽ കിടക്കുന്ന പോലത്തെ ഒരു സ്പേസിലല്ല സിനിമയുള്ളത്. ക്രിയേറ്റീവ് സ്പേസ് ആവുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ നേരിടുന്ന കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ നൈരൂപീകരണ കമ്മിറ്റിയിലൊക്കെ ഇരുന്നിട്ട് കാണുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നതും ബേസിക്സ് തന്നെയാണ്. നമുക്ക് ഇന്ന ഫെസിലിറ്റീസ് വേണം എന്നുള്ളത്. അപ്പം ഈ പറയുന്ന ഒരു കോമൺ ബാത്റൂം എങ്ങനെയാണ് നമ്മളൊരു പല സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് നമുക്കൊരു കോമൺ ബാത്റൂം ഫെസിലിറ്റി എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു സ്പേസാണല്ലോ. നമ്മൾ ഒരു കാരവൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് നിലനിന്ന് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഇനിയൊരു 10 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ, ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനും അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനും കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഇപ്പം ഇതിന് മുന്നേ പോയിട്ടുള്ള ആൾക്കാർ ചോദിച്ചത് കൊണ്ടും പറഞ്ഞതും കൊണ്ടും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊക്കെ കുറച്ചുകൂടെ ഒക്കെ പ്രിവിലേജ് സ്പേസിൽ നിന്നിട്ട് വർക്ക് ചെയ്യുകയാണ്. കാരണം ബിക്കോസ് എനിക്ക് മുന്നേ ഉള്ള ആൾക്കാർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവർ ചോദിച്ചതും പറഞ്ഞതും കൊണ്ടും തന്നെ
നമ്മൾക്ക് കഴിഞ്ഞിട്ടുള്ള ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. നമുക്ക് സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ സിനിമാ മേഖലയിലെ എല്ലാ തരത്തിലുള്ള നവീകരണങ്ങളെക്കുറിച്ച്, അതിൽ ഇനിയും നവീകരിക്കപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഒരു പക്ഷേ ചെറിയ തോതിലെങ്കിലും ടച്ച് ചെയ്ത് പോകാൻ സാധിക്കുന്ന തരത്തിൽ ഈ സെഷൻ എത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ വളരെ ജെന്യുവനായ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ നിഖില വിമലിനും വിനയ് ഫോർട്ടിനും YLF പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.